തപ്പിയിട്ടൊന്നും കാര്യമില്ല. 24 മണിക്കൂർ കഴിയുമ്പോ എവിടെയെങ്കിലും പോകുന്നു. ജോർജിനെ പറഞ്ഞു വിട്ടേക്ക്. ശരി സാർ. സാറ് വീട്ടിൽ പോയിക്കോളൂ, ഞാനിവിടെ ഉണ്ടല്ലോ. ഹോം മിനിസ്റ്ററെ ഇൻഫോം ചെയ്യാൻ ഏർപ്പാട് ചെയ്യണം. ശരി സാർ. ആഭ്യന്തരമന്ത്രിയായ എന്റെ പെങ്ങളുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ എന്തോന്ന് പോലീസ് ആടൂ? അവളെ കൊല്ലാനുള്ള ശ്രമം നടന്ന ഉടനെ തന്നെ താൻ എന്തുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല? പ്രൊട്ടക്ഷൻ അവർ വേണ്ടെന്ന് പറഞ്ഞു. പുല്ല്, അവൾ വേണ്ടെന്ന് പറഞ്ഞ താൻ പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കുക? പട്ടികളെ കൊല്ലുന്ന പോലെ അവിടെ മനുഷ്യ വെടിവെച്ചിരുന്നത് നാണമില്ലടോ തനിക്ക് തൊപ്പിയും കുപ്പായം കൊണ്ടു നടക്കാൻ? കേസ് അന്വേഷണത്തിന് ഒരു AC-യുടെ കീഴിൽ പ്രത്യേക സെല്ല് തന്നെയുണ്ട് സാർ. എന്നിട്ടിപ്പോ എന്തുണ്ടായി? അല്ല, കുറച്ചുകൂടി എഫിഷ്യന്റ് ആയ ഒരു AC-യെ... വേണ്ട, മാറ്റേണ്ടത് തന്നെയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 ആഴ്ചക്ക് ഈ കേസെല്ലാം തെളിയിച്ചില്ലെങ്കിൽ തന്നെയായിരിക്കും ഞാൻ ഇവിടുന്ന് മാറ്റുക. യെസ് സർ. ഉഷക്കുഞ്ഞെത്തിയില്ലല്ലോ. എവിടെ പോയി? എന്തോ വാങ്ങണമെന്നും പറഞ്ഞ് കാലത്ത് ഒരു 10-10:30 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടതാ. എന്താ വൈകണേ ആവോ? ഇതെവിടെ പോയിരുന്നു? ഗൾഫിലേക്ക് പോകുന്ന എന്റെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അവർ ഹോട്ടലിൽ നിന്ന് എന്നെ വിളിച്ചു. അവർക്ക് കൊണ്ടുപോകാൻ കുറെ ക്യൂരിയോസ് വാങ്ങണമെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഞാനും 1-2 പീസ് വാങ്ങി. ഊണ് കഴിച്ചാ? നിർബന്ധിച്ചപ്പോ അവരുടെ കൂടെ ഹോട്ടലിൽ നിന്നുണ്ടു. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പോലീസിന് ജോലി ആയനെ. എനിക്ക് ഭയങ്കര തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എന്താ, ഡോക്ടറെ വിളിക്കണോ? വേണ്ട, ഇത്തിരി നേരം കിടന്നാ മതി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്താ ചെയ്യാ? ശരി, ഞാൻ വരാം. ആരാ?
എന്റെ ഫ്രണ്ടാ. അവര് പോകാൻ നിക്ക. അവർക്കൊന്ന് കാണണം. ആ ശരി. പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കൾ ഇന്ന് പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. നാളെ അത് പത്രത്തിൽ അച്ചടിച്ചു വരുന്നതിന് മുമ്പ് തന്നെ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. കൊലയാളിയെ ഉടനെ പിടികൂടുമെന്ന് മാത്രമേ താങ്കൾ പത്രക്കാരോട് പറഞ്ഞുള്ളൂ. കൊല്ലപ്പെട്ട 3 സ്ത്രീകളും പിഴകളായിരുന്നുവെന്ന നഗ്ന സത്യം താങ്കൾ എന്തുകൊണ്ട് മറച്ചുവെച്ചു? പിഴച്ച സ്ത്രീകളെ കൊല്ലുക എന്ന ദൗത്യമേറ്റെടുത്ത എന്റെ അടുത്ത ഇര താങ്കളുടെ ഭാര്യയാണെന്ന് വ്യസന സമേതം താങ്കളെ അറിയിച്ചുകൊള്ളു. ഇന്നലെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണി വരെ താങ്കളുടെ ഭാര്യ എവിടെയായിരുന്നുവെന്ന് താങ്കൾക്കറിയാമോ എന്ന് ഒരു സന്മാർഗവാദി. ഹലോ, ഒരു സ്ത്രീ ഓടിച്ചിരുന്ന TDV 3330 വൈറ്റ് ഫീൽഡ് കാർ ഇപ്പോൾ ഇവിടെ വന്നിരുന്നോ? ഇല്ല സർ. തീർച്ചയാണോ? തീർച്ചയായിട്ടും സർ. താങ്ക്സ്. കമ്മീഷണർ ഓഫീസിൽ നിന്നാണ്. ഒരു വൈറ്റ് ഫിയറ്റ് കാറ് TDV 3330 അവിടെ വന്നിട്ടുണ്ടോ നോക്കണം. ഇനി എങ്ങോട്ടെങ്കിലും പോകുന്നത് എന്നോട് പറഞ്ഞിട്ട് വേണം കേട്ടോ. താങ്ക്സ്. ഹായ് വിജയ്. ഹായ് ഉഷ, എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. എന്റെ മാരേജ് കഴിഞ്ഞു. പോലീസ് AC ഹരിപ്രസാദ് ആണ് എന്റെ ഹസ്ബൻഡ്. ഐ സീ. വിജയ് ഇവിടെ? ഇതെന്റെ കടയാ. ഐ കാണ്ട് ബിലീവ് ഇറ്റ്. വിജയ് ഒരു ഷോപ്പിൽ ഒതുങ്ങിക്കൂടുന്നത്. ഇത് ജീവിതമല്ലേ. പഠിക്കുന്ന കാലത്ത് നമുക്കൊക്കെ എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിരിക്കട്ടെ, വിജയിന്റെ മാരേജ് കഴിഞ്ഞു. പോകാൻ അല്പം ധൃതിയുണ്ട്. ഞാൻ വേറൊരു ദിവസം വരാം. ഓക്കെ. എനിക്ക് കുറെ നല്ല ക്യൂരിയോസ് വേണം. യു ആർ ഓൾവേസ് വെൽക്കം.
ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ വീട്ടിലാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. നല്ല സെലക്ഷൻ, നമുക്ക് വീട്ടിൽ പോവാം. അത് പിന്നൊരിക്കലാവാം. വേണ്ട, ഇന്ന് തന്നെ പോവാം. ഇത്തവണ ചില പീസസ് അടുത്തവണ വരുമ്പോ ഉണ്ടായിന്ന് വരില്ല. ശരി, see you. ഇതെവിടെ പോയിരുന്നു? ഉഷ എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന പണം മുഴുവൻ ഞാൻ കൊടുത്തു കഴിഞ്ഞു. എനിക്കിനി നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉഷയെ നിർബന്ധിക്കുന്നത്. എവിടെ നിന്നാണ് ഞാൻ ഇത്രയും രൂപ ഉണ്ടാക്കുന്നത്? അതൊന്നും പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണിത്. ദൈവത്തെ ഓർത്ത് ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഹലോ, ഇത് ഞാനാ. ഓഫീസിലെത്തിയെന്ന് പറയാൻ വിളിച്ച. ഒരു ത്രട്ടണിങ് കോൾ ഉണ്ടായിരുന്നു സാർ. എന്തായിരുന്നു മാറ്റർ? സാധാരണ രീതിയിലുള്ള നിന്നെയും കൊല്ലും നിന്റെ ഭാര്യയെയും കൊല്ലും എന്ന മട്ടിൽ 2 പോലീസുകാരെ ഞാൻ സെക്യൂരിറ്റി ഇട്ടിട്ടുണ്ട്. അഡീഷണൽ ഫോഴ്സ് വല്ലതും? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ശരി. എന്താ കേശവൻ നായരെ, സുഖാണോ? ആ, ഇങ്ങനെയൊക്കെ കൊണ്ട് കഴിഞ്ഞു കൊടുക്കും. ഉഷ എവിടെ? അകത്തുണ്ട്, കിടക്കാന്നാ തോന്നണേ. ഇതെന്താണ് കുട്ടി? ചേച്ചി, നിന്നെ ഒന്ന് കാണാൻ തന്നെ വന്നതാ. ഏതോ ഫോൺ കോൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ ഭയന്നാലോ? ഫോൺ കോളോ? ഹരി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് പുത്തിരിയൊന്നും അല്ല. എപ്പോ വന്നു? ദാ ഇപ്പൊ ഒന്ന് കരുതേ. അല്ല, ഹരിയന്റെ ഈ ത്രട്ടണിങ് കോളിന്റെ കാര്യം ഉഷയോട് പറയാഞ്ഞത്? വെറുതെ ഭയപ്പെടുത്തണ്ടെന്ന് കരുതി. എന്നാലും മോശമായി പോയി. 2 പോലീസുകാരെ വീടിന് മുമ്പിൽ കാവൽ നിർത്തിയിട്ട് അവളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് വിചാരിക്കും? ഇവിടുള്ള പെൺകുട്ടി പുറത്ത് ചാടാതിരിക്കാൻ കാവൽ നിർത്തിയിരിക്കുകയാണെന്നല്ലേ കരുതൂ. ഉഷ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ബോറടിക്കല്ലേ? ഒന്ന് ഫ്രഷ് ആകട്ടെ, ഞങ്ങളൊന്ന് ചുറ്റിയിട്ട് വരാം. ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്തേക്കാം. ലേറ്റ് ആകരുത്. നോ. ജാക്ക്, come on. ഞങ്ങൾ ഇറങ്ങുന്നു. കേശവൻ നായരെ. എന്താ സാർ? ഒന്നുമില്ല. ഓ, ഇന്നലെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണി വരെ താങ്കളുടെ ഭാര്യ എവിടെയായിരുന്നുവെന്ന് താങ്കൾക്കറിയാമോ? ഇതെവിടെ പോയിരുന്നു? ഗൾഫിലേക്ക് പോകുന്ന എന്റെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അവർ ഹോട്ടലിൽ നിന്ന് എന്നെ വിളിച്ചു. അവർക്ക് കൊണ്ടുപോകാൻ കുറെ ക്യൂരിയോസ് വാങ്ങണമെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഞാനും 1-2 പീസ് വാങ്ങി.